UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മന്ത്രിമാർ കുറവാണ്. അതുപോലെ തന്നെ ഒരു മന്ത്രിസ്ഥാനവും വഹിക്കാത്ത MLA ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ആദ്യമായി MLA ആയ പല ആളുകളും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു അല്ലെങ്കിൽ മന്ത്രിയായി. അതുകൊണ്ട് തന്നെ വലിയ ആദ്യമായി MLA ആയപ്പോ തന്നെ മന്ത്രിയായ ആളുകളുമുണ്ട്. അപ്പൊ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്, അത്ര സുഗമമായി പോകുമോ ഇല്ലയോ എന്നൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ UDF സർക്കാരിന്റെ മൂന്ന് മാസമായിട്ടേ ഉള്ളൂ, സർക്കാരിനെ വിലയിരുത്തുന്നില്ല, സർക്കാരിനെ വിമർശിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ ആയി, അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കാരിനെ എടുത്തു പറയേണ്ട പ്രശംസിക്കേണ്ട കാര്യം, തെറ്റുപറ്റിയാൽ അത് അംഗീകരിച്ച് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിപ്പോ നാവ് പിഴയാണെങ്കിൽ അത്, മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റുകളാണെങ്കിൽ അതെല്ലാം അവർ അംഗീകരിക്കുന്നുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞ ഒരു പ്രസ്താവന, അത് സ്ത്രീ സമൂഹത്തെ അപമാനിച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ആർക്കെങ്കിലും ഞാൻ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം, അല്ലെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകുന്നു. അതുപോലെ ഏത് വിഷയത്തിലാണോ തെറ്റുപറ്റുന്നത്, ആരോഗ്യമന്ത്രി മുരളീധരൻ മരണവുമായി ബന്ധപ്പെട്ട്, രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണത്തിൽ അദ്ദേഹവും സത്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഏതൊരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ആ ക്വാളിറ്റിയോട് കൂടിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനിപ്പോ ആദ്യത്തെ ഒരു ആവേശമാണോ എന്നറിയില്ല. ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എടുത്താൽ രാഷ്ട്രീയമൊന്നുമില്ല, ഓപ്പറേഷൻ തൂഫാന് തെറ്റ് ചെയ്താൽ ആരെയായാലും പിടിക്കുമെന്ന നിലപാടെടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഒരു വിവാദമായ കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞപ്പോ, രമേശ് ചെന്നിത്തല തിരുത്തിയിട്ടുണ്ടായ ഒരു പ്രാവശ്യം ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു, പാമ്പിന്റെ ഒരു സംഭവം പറഞ്ഞു. ശരിയാണ്, പാമ്പിന്റെ സംഭവം പറഞ്ഞപ്പോ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് തെറ്റിച്ച് പറഞ്ഞപ്പോഴൊക്കെ തന്നെ മാപ്പ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാകുന്നു, അത് തിരുത്താൻ തയ്യാറാകുന്നു. അപ്പൊ അതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. 3 മാസം കൊണ്ട് വിലയിരുത്തുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയായി ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ്. കഴിഞ്ഞ ദിവസം ഒരു വൈറൽ വീഡിയോ, അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്, ആരോപണം ഉന്നയിച്ച ചാണ്ടിയുമ്മൻ ഉണ്ട്, രണ്ടുപേർ, പ്രധാനമായി ചാണ്ടിയുമ്മൻ CR മഹേഷുമുള്ള വാഹനം ഓട്ടിക്കുന്നു. വാഹനത്തിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഡ്രൈവർ ഇട്ടിട്ടില്ല. അത് ഒരു വലിയ ചർച്ചയാകുന്നു, അതൊരു ആരോപണമാകുന്നു വലിയ രീതിയിൽ. ഇനിയിപ്പോ ഫൈൻ ഒന്നും അടിക്കില്ലായിരിക്കും, അത് സർക്കാർ മാറിയപ്പോൾ, CPMന്റെ സൈബർ ഹാൻഡിൽ സർക്കാർ മാറിയപ്പോൾ തോന്നിയതുപോലെയാണ് നിയമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള OJ ജനീഷിന്റെ സ്റ്റാഫിലുള്ള ആൾ, എന്റെ സ്റ്റാഫ് ആണെങ്കിൽ എന്താണ്, പ്രത്യേകതയൊന്നുമില്ലല്ലോ, തെറ്റ് ചെയ്തത് ആരായാലും, അല്ലെങ്കിൽ വാഹനം ഓട്ടിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ പോയത് ആരായാലും, അതിപ്പോ മന്ത്രിയുടെ സ്റ്റാഫ് എന്ന്, അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിഗണനയുമില്ല, എന്താണോ കേരളത്തിലെ നിയമം അനുസരിച്ച് കിട്ടുന്ന ശിക്ഷ ആ ശിക്ഷ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടും, അല്ലെങ്കിൽ അത് തന്നെ നടക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. തെറ്റ് എന്റെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത്, തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കുകയും അത് തിരുത്താൻ പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ അത് ഒരു മാതൃകാപരമായ രാഷ്ട്രീയക്കാരനാകുന്നത്. OJ ജനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പ്രശ്നത്തിന് ശേഷം അദ്ദേഹമാണ് പ്രസിഡന്റ് ആയത്. പല വിഷയങ്ങളിലും നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന്, കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി മന്ത്രിയായ വ്യക്തിയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ന്യായീകരണങ്ങൾ നിരത്താം, അങ്ങനെയല്ല, ഇതിനു മുൻപ് സാധാരണ അങ്ങനെയാണല്ലോ, മുഖ്യമന്ത്രി പോലും പല വിഷയങ്ങളിലും കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു, അതിലേക്കൊന്നും പോയില്ല, വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടി CPMന്റെയും മാധ്യമ പ്രവർത്തകരുടെ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും വായടപ്പിക്കുന്ന രീതിയാണ് ഇതിൽ. ഞാൻ പറയുന്നു, ആരുടെയും വായടപ്പിക്കുന്ന രീതിയല്ല വേണ്ടത്, ഇത്തരം നിലപാടുകളാണ്. തെറ്റ് ആര് ചെയ്തോ അത് തിരുത്താൻ അവർ തയ്യാറാകണം, അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇനി അതിന്റെ അകത്ത് CR മഹേഷ് എന്ന് പറയുന്ന MLA ഉണ്ടായിരുന്നു, അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ജനപ്രതിനിധിയാണ്. അത്യാവശ്യം ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവർക്ക് അത്ര ചെറിയ കാര്യമല്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ സർക്കാർ മുന്നോട്ട് പോകേണ്ടതല്ലേ. ചാണ്ടി ഉമ്മൻ ബാക്കിൽ ഇരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം, ഒരു കടക്കട്ടെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം പറയുന്നത് ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതായത് മന്ത്രിയുടെ കൂടെയുള്ള, അതായത് നമ്മുടെ കായിക മന്ത്രിയോട് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം, അതാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും അവർക്ക് പിഴ ചുമത്തും, അതാണല്ലോ പിഴ ചുമത്താനേ ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനൊക്കെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അതായിരിക്കും, പിഴ ചുമത്തട്ടെ എന്ന് എടുത്തു പറയുന്നു.
പക്ഷേ നേരത്തെ ഉള്ള മന്ത്രിസഭയായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ഇതൊന്ന് ഒന്ന് ആലോചിക്കണം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അതിന് ആരാണോ ഈ വീഡിയോ എടുത്ത് അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും പിഴ ഇട്ട് കഴിഞ്ഞാൽ പിഴ ചുമത്തിയ ആൾക്കെതിരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈ പരിപാടികളൊക്കെ ആയിരിക്കും മുമ്പ് ഉണ്ടാവുക. അങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നല്ല. ആരാണെങ്കിൽ അയാൾ എന്ത് തെറ്റാണോ ചെയ്തത് അയാൾക്കെതിരെ നടപടി എടുക്കാമെന്ന് ഉറച്ചു പറയുകയാണ് ആര്, OJ ജനീഷ്, നമ്മുടെ കായിക മന്ത്രി കൂടിയായ OJ ജനീഷ് പറയുന്നു. ഈ OJ ജനീഷിന് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ എന്താണ് സജീവമാണ്, കാരണം ലൈവായി നിൽക്കുകയാണ്. കാരണം ആദ്യത്തെ മെസ്സി വിവാദത്തെ കൊണ്ട് ആദ്യത്തെ ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, ഈ അടുത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ് മീറ്റ് ശ്രദ്ധിക്കപ്പെട്ടത് എന്നത് പിന്നെ റിപ്പോർട്ടർ TVക്ക് എതിരായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം മെസ്സി വിവാദത്തിൽ അതിൽ കൃത്യമായ നിലപാടാണ് പിന്നെ OJ ജനീഷ് പറയുന്നത്. അത് അയാളുടെ ഇപ്പം പറഞ്ഞ ഫസ്റ്റ് MLA ആയി, ഫസ്റ്റ് മന്ത്രിയായി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് ഈ സംഭവം എന്ന് പറയുമ്പോഴും, പക്ഷെ ആ ഒരു പക്വത നമുക്ക് ആ പത്രസമ്മേളനത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കാരണം അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളെ MDMA പിടിച്ചു. ആ കേസിൽ ഉള്ള ചോദ്യവും OJ ജനീഷിനോട് ചോദിക്കുന്നുണ്ട്. OJ ജനീഷിന് അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ. യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ ഒരു ഇപ്പോഴും ഇപ്പോഴാണ് മാറിയിട്ടില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞാനല്ലേ, എനിക്കറിയാം, അങ്ങനെ ഒരു ഭാരവാഹി ഉണ്ടായിട്ടില്ല. അത് പിന്നെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരുണ്ട്, അത്രയും പേരൊന്നും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഭാരവാഹി ബ്ലോക്ക് തലത്തിൽ വരെ ഇല്ല എന്നുള്ളത് അത്രയും കൃത്യമായിട്ട് OJ ജനീഷിന് അറിയാം. അതാണ് നമുക്ക് ആലോചിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടായിരിക്കും, എങ്കിലും അത് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകുന്നു. അങ്ങനെ ഒരു ബ്ലോക്ക് ഭാരവാഹി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ കോർഡിനേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. അപ്പോ ഉടനെ ചോദിച്ച ചോദ്യം, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ? അതാണ് ആദ്യം ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ OJ ജനീഷ് നമ്മൾ വിചാരിച്ച പോലെയല്ല. കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു എങ്കിലും, പക്ഷെ മന്ത്രി സ്ഥാനം വഹിക്കുമ്പോൾ അതിന് വേറൊരു ലെവലാണ്. സംഘടനയുടെ ഭാഗമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ, അതല്ലെങ്കിൽ മാധ്യമങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ, പക്ഷെ മന്ത്രിസ്ഥാനത്തിരുന്ന് സംസാരിക്കുമ്പോൾ വേറൊരു ലെവലാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെതായ പക്വതയോട് കൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് OJ ജനീഷിന്റെ എടുത്ത് പറയുന്ന കാര്യം. പിന്നെ UDF മന്ത്രിമാർ ആരുടെയെങ്കിലും, അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഏത് ആണെങ്കിലും ഒരു തെറ്റിനെയും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുട പിടിക്കാനൊന്നും ആരും പോകില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ എല്ലാ മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഓരോ മന്ത്രിമാരും, ഇപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ VD സതീശനെതിരെ വന്ന ആരോപണത്തിന് കൃത്യമായ മറുപടി കൊടുക്കും. ഞങ്ങൾ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്ന ആളാണ്. മുഖ്യമന്ത്രി ശക്തമായ നിലപാട് പറയുമ്പോഴും എനിക്കൊരു വിയോജിപ്പുള്ളത്, കഴിഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാർ, ആ ഒരു ഒറ്റ പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അതുകൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇതിപ്പോ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിവാദം അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയാവുന്നത് പ്രധാനമായിട്ടും ഈ CR മഹേഷിന്റെ വാഹനം, MLA ആയ CR മഹേഷിന്റെ വാഹനമാണെന്ന് തോന്നുന്നു. എന്തായാലും CR മഹേഷ് മുമ്പിലുണ്ട്, ഡ്രൈവറും ഉണ്ട് മുമ്പിൽ, പിന്നെ ബാക്കിൽ ചാണ്ടി ഉമ്മനുണ്ട്. ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ വേറെയായിരുന്നു. കാരണം ചാണ്ടി ഉമ്മൻ എങ്ങനെ പറ്റി, കാരണം ചാണ്ടി ഉമ്മൻ ഇപ്പോഴൊരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങൾക്ക് വേറെ പ്രിയപ്പെട്ട ആളാണ്. എങ്ങനെയെങ്കിലും ആ ചാണ്ടി ഉമ്മനെ ഒന്ന് താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം എതിർ പാർട്ടികൾ നോക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഭാഗ്യത്തിന് ചാണ്ടി ഉമ്മൻ ബാക്ക് സീറ്റിലായതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ CR മഹേഷിനെതിരെയാണ് വരുന്നത്. ഇവരെ ഒന്നും ആരും തൊടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഇവരെ ഒന്നും ആരും തൊടില്ല, ഇവർക്ക് എന്തും ആവാം, ഇവര് പിന്നെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരല്ലേ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് കമന്റുകളൊക്കെയാണ് വരുന്നത്. ഇതിനൊക്കെ എന്താണ് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വേറെ വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇതിനകത്ത് സത്യത്തിൽ ഒരു വീഴ്ച പറ്റിയത് ജനപ്രതിനിധികൾ സഞ്ചരിക്കുമ്പോൾ അവർ ഏറ്റവും കുറഞ്ഞത് അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല. അല്ല, അതിലെന്താണ് സംഭവം എന്നുള്ളൊരു വിശദീകരണം അവർ എന്ത് തന്നെയാണെങ്കിലും ഇടാതെ പോകരുത്. വിശദീകരണത്തിലേക്ക് ഉണ്ടാവില്ല. കാര്യം അത്രയും വലിയൊരു വിഷയമല്ല. എന്നാൽ പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവയർനെസ് നൽകുന്ന, സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുന്ന MLA-മാരൊക്കെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയെ കാണാൻ വന്നു. ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് 2 വീലറിലാണ് വന്നത്. അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായത് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ആദ്യം ചോദിച്ച ചോദ്യം, എന്തിനാണ് നിലവിലെ ആഭ്യന്തര, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയമൊക്കെ നിൽക്കുന്ന സമയമാണ്, എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ 2 വീലറിൽ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ചോദ്യങ്ങളെ മൊത്തം തള്ളിക്കൊണ്ട് എല്ലാവരും പറഞ്ഞത്
കടകംപള്ളി സുരേന്ദ്രൻ ഹെൽമറ്റ് വെച്ചിരുന്നില്ല കേട്ടോ അതെ. എന്ന് പറയുന്നതാണ്. അപ്പൊ എല്ലാവരും അത് നമ്മൾ തന്നെ സംസാരിച്ചു പറഞ്ഞു, അവിടെ ഹെൽമറ്റ് വെക്കാത്തതല്ല യഥാർത്ഥ വിഷയം, എന്തിനാണ് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. ഇപ്പൊ വിവരാവകാശ രേഖ പ്രകാരം കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു, കടകംപള്ളി സുരേന്ദ്രന്റെ പെറ്റി അല്ലെങ്കിൽ ഫൈൻ അടിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖ പ്രകാരം പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്തായാലും വന്നിട്ടുണ്ടാവും, കാര്യം അതൊരു ചർച്ച ആയതുകൊണ്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ ചെറിയ കാര്യങ്ങൾ പോലും അത് MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും നിങ്ങൾ ചെറുത് എന്ന് കരുതുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അബദ്ധം പറ്റിയതാണ്, ഹെൽമെറ്റ് വെക്കാൻ മറന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിമർശിക്കാൻ വേണ്ടി, നിങ്ങളെ വിമർശിക്കാൻ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ആളുകളെ വിമർശിക്കാൻ വേണ്ടി ഒരു കൂട്ടർ മറുവശത്തുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നിഷ്പക്ഷരുമുണ്ട്. ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അതിനപ്പുറം മാതൃകയാകേണ്ടതും നിങ്ങളാണ് എന്ന ബോധ്യം വേണം. ഇപ്പൊ OJ ജനീഷിനൊക്കെ കൈയടിക്കട എന്ന് പറയുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോ OJ ജനീഷിന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നിലപാട് അത്തരത്തിലാണ്. പിന്നെ 3 മാസമായിട്ടേ ഉള്ളൂ. ഇതേ നിലപാടിൽ പോലും പരമാവധി തെറ്റുകൾ വരാതെ അല്ലെങ്കിൽ വീഴ്ചകൾ പറ്റാതെ സർക്കാർ നോക്കണം. തെറ്റു പറ്റിയാൽ അതിനെ ന്യായീകരിക്കാതെ നിലവിലെ പോലെ തെറ്റു പറ്റിയാൽ മാപ്പ് എന്ന് ജനങ്ങളോട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള സർക്കാരിൽ മാത്രമേ വിശ്വാസമുണ്ടാകൂ. തെറ്റുകളെ ന്യായീകരിക്കുകയും ആ കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങുകയും തെറ്റ് ചെയ്യുന്നവരെ പാർട്ടിയിൽ തന്നെ നിലനിർത്തുന്നവരുടെയും അവസ്ഥ എന്താണ് എന്ന് CPM നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ.